നല്ല തകർപ്പൻ ടേസ്റ്റസ് തേടിയുള്ള ഒരു തനിനാടൻ ടേസ്റ്റ് ബഡ്സിൻ്റെ യാത്രയാണ് ഫുഡ് എന്നുള്ള നമ്മുടെ യൂട്യൂബ് ചാനൽ. പ്രധാനമായിട്ടും ന്യൂയോർക്കിലെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. പല രുചികൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ട് വ്യത്യസ്തമായ റെസ്റ്റോറൻറ്റുകൾ, വ്യത്യസ്തമായ ഫുഡ് ഇവയൊക്കെ ട്രൈ ചെയ്യുന്നു. അത് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നു. ഫുഡിൽ നിങ്ങളോടൊപ്പം ഞാൻ ശീതൾ. അപ്പം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ലോങ് ഐലൻഡിലുള്ള സ്മോൾ ബാച്ച് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ്. നല്ല കിടക്കാച്ചി ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ഷോർട്ട് റിബ്സ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയും സോഫ്റ്റായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഷോർട്ട് റിബ്സ്. സീസൺ അനുസരിച്ചാണ് ഇവിടെ ഓരോരോ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അവർക്ക് മെനു ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും ഓരോ സീസൺ അനുസരിച്ച്. അപ്പോൾ നോക്കാം എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രധാന വിഭവങ്ങളെന്ന്. എടുത്തു പറയേണ്ടത് ഇവരുടെ ഡ്രിങ്ക്സ് ആണ് കേട്ടോ. പലതരത്തിലുള്ള വെറൈറ്റി ഡ്രിങ്ക്സ് നമ്മൾ ട്രൈ ചെയ്തിരുന്നു. ഒരു പ്രാവശ്യമല്ല, 1-2 പ്രാവശ്യമൊക്കെ നമ്മളിവിടെ പോയി ട്രൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പിക്ചേഴ്സ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഈ കാണുന്നത് ഓൾഡ് കൺട്രി റോഡ് ഫാഷൻഡ് ഒരു ഡ്രിങ്കാണ്. മേക്കേഴ്സ് മാർക്ക് ബർബണും ചോക്ലേറ്റ് ബിറ്റേഴ്സും ബ്ലഡ് ഓറഞ്ചും ഒക്കെ ആയിട്ടൊരു സ്പെഷ്യൽ ഐറ്റമാണിത്. പിന്നെ ബിയർ ഓൺ ഡ്രാഫ്റ്റ്, നോർമൽ നല്ലൊരു ചെത്ത് ബിയർ. നോൺ ആൽക്കഹോളിക് റിഫ്രഷേഴ്സും ഉണ്ട്. നല്ല ജിഞ്ചറും അഗാവെ സിറപ്പും ഒക്കെ ഇട്ട്, ഇച്ചിരി സ്പൈസസ്, ജിഞ്ചറും റോസ്മേരിയും ഒക്കെ ഇട്ട് ഒരു റിഫ്രഷിങ് ടേസ്റ്റ് തരുന്ന കുറേ ഡ്രിങ്ക്സ് ഉണ്ട്. പിന്നെ നമ്മൾ സ്റ്റാർട്ടേഴ്സായിട്ട് മിക്കവാറും ഒക്കെ പോകുമ്പോൾ നമ്മൾ ഓർഡർ ചെയ്യുന്ന ഒരു ഐറ്റമാണ്. അവിടെ ഓയിസ്റ്റേഴ്സ് കിട്ടാറുണ്ട്. ഓയിസ്റ്റേഴ്സ് നല്ല ഗ്രിൽഡ് ഓയിസ്റ്റേഴ്സാണ് ഈ പ്രാവശ്യം ഓർഡർ ചെയ്തത്. നേരത്തെ ഒരു വട്ടം ഫ്രഷ് ആയിട്ടുള്ള ഓയിസ്റ്ററും ഓർഡർ ചെയ്തിരുന്നു. ഫ്രഷ് ഓയിസ്റ്ററിൻ്റെ എന്താണെന്ന് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരിയുടെ ഒരു കടലിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ്, ഒരു മണമൊക്കെ ഉണ്ട്. അതേസമയം ഗ്രിൽഡ് ഓയിസ്റ്റേഴ്സ് ആണെങ്കിൽ ആ കുക്ക് ചെയ്ത ഒരു ടേസ്റ്റും അതൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചാണല്ലേ. എനിക്ക് ആദ്യമൊക്കെ ഈ ഓയിസ്റ്റർ കാണുമ്പം കഴിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മുടെ മിസ്റ്റർ ബീനെയൊക്കെ ഓർത്ത് ആ ഒരു അവസ്ഥയിലൊക്കെ ഇരുന്ന അവസ്ഥയുണ്ടായിരുന്നു. പക്ഷെ കഴിച്ചു കഴിഞ്ഞാൽ സോസൊക്കെ വെച്ച് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു വൈറ്റ് ക്ലബ്ബി അങ്ങ് മാറിക്കിട്ടി. സോ ഇപ്പോൾ അത് വളരെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നൊരു ഡിഷാണ്. സീ സൈഡിൽ എവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും ഓയിസ്റ്റേഴ്സ് ഓർഡർ ചെയ്യും. ഇതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ തന്നെ കാണുമ്പം ഒരു ഭംഗിയല്ലേ. നമ്മുടെ നാടൻ ഉപ്പുകല്ലും മല്ലിയും കുരുമുളകും ഒക്കെ ഇട്ടൊരു പ്ലേറ്റിലോട്ട് ഈ സാധനം അങ്ങോട്ട് കൊണ്ടു തരുമ്പോഴത്തേക്ക് ഇത് കാണുന്നതിൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു ലുക്ക് തന്നെ വേറെയാണ്. എടുത്ത് കഴിക്കാൻ തോന്നിപ്പോവും. ഉപ്പുകല്ലൊന്നും ഞാൻ കഴിച്ചില്ല, ഞങ്ങൾ ഓയിസ്റ്റേഴ്സ് മാത്രമേ ട്രൈ ചെയ്തിട്ടുള്ളൂ. അതുപോലെ തന്നെ പിന്നെ ഓർഡർ ചെയ്തൊരു സൈഡ് ഡിഷാണ് ഷിഷിറ്റോ പെപ്പേഴ്സ്. എൻ്റെ കെട്ടിയവനാണ് ഇത് ഓർഡർ ചെയ്തത്. മുളകെന്ന് പറയുന്നത് എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇപ്പോൾ കഴിക്കാൻ. പ്രായമായേ നാട്ടിലൊക്കെ നല്ല മുളക് ബജി കമുകമാന്ന് അടിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഈ പെപ്പർ കണ്ടപ്പം നല്ല പേടിയുണ്ടായിരുന്നു കഴിക്കാൻ. പക്ഷേ കഴിച്ചു നോക്കിയപ്പം ഒരുപാട് എരിവൊന്നുമില്ല, നല്ലൊരു ഫ്രഷ്നെസ്സും ഉണ്ട്. ഒരു അത് ഉണ്ടാക്കിയെടുത്തതിൻ്റെ ഒരു സ്റ്റൈലൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല രുചിയായിട്ടുണ്ടായിരുന്നു ഷിഷിറ്റോ പെപ്പേഴ്സ്. ഇത് വളരെ മൈൽഡായിട്ടുള്ളൊരു ഫ്ലേവറാണ്. ഒരു ഈസ്റ്റ് ഏഷ്യൻ പെപ്പർ വെറൈറ്റിയാണ്. ഒരു സിട്രസി ഫ്ലേവർ, ഒരു സിട്രസി സ്വീറ്റ് ഫ്ലേവർ ഉണ്ടായിരുന്നു അതിന്. പിന്നെ മെയിനായിട്ട് ഓർഡർ ചെയ്തൊരു ഡിഷാണ് സ്റ്റേക്ക്. എന്താ പറയുക, ബീഫിൻ്റെ നല്ലൊരു ബീഫ് കഷ്ണം സ്റ്റേക്ക് ഫ്രൈ. കൂടെ വന്നേക്കുന്നത് ചിമിച്ചുരി സോസാണ്. ചിമിച്ചുരി സോസ് നമ്മുടെ പാഴ്സ്ലിയുടെ ഒക്കെ ഒരു സോസാണ്. നല്ലൊരു റിഫ്രഷിങ് ടേസ്റ്റാണ്. ഒരു ഫ്രഷ്നെസ് തരുന്നുണ്ട് ഡിഷിന്. സൈഡ് ഡിഷായിട്ട് ഫ്രഞ്ച് ഫ്രൈസും ഉണ്ടായിരുന്നു. അപ്പം സ്റ്റേക്കിൻ്റെ പ്രത്യേകത വെച്ചാൽ മീഡിയം റെയറാണ്. ഇപ്പോഴത് സ്മോൾ ബാച്ചിൻ്റെ സ്പെഷ്യൽ സ്മാഷ് ബർഗറാണ്. ചെഡർ ചീസും ചാർഡ് റെഡ് ഒനിയനും പിന്നെ ബ്രെഡ് ആൻഡ് ബട്ടർ പിക്കിൾ, അതിൻ്റെ ഒപ്പം ഫ്രൈസും ഉണ്ട്. ഈ ചാർഡ് ഒണിയൻ്റെ ഒരു ചെറിയൊരു സ്വീറ്റ്നെസ്സും പിക്കിളിൻ്റെ ഒരു പുളിപ്പും ഒരു ചീസി ഗൂയി ഒരു കൺസിസ്റ്റൻസി എല്ലാം കൂടെ അതൊരു വേറൊരു ടൈപ്പ് അടിപൊളി ടേസ്റ്റാണ്. ഞാൻ പറഞ്ഞില്ലേ മുമ്പൊരിക്കൽ പോയിട്ടുണ്ടെന്ന്. അത് എൻ്റെ ഒരു ബർത്ത്ഡേയുടെ സമയത്തായിരുന്നു. നേരത്തെ റിസർവ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ബർത്ത്ഡേ ഡിന്നറിന് പോയത്. അപ്പം അവർ അന്ന് ചെയ്ത ഒരു സ്പെഷ്യൽ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ മെനു അവർ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പേരൊക്കെ എഴുതി ആ മെനു അവർ പ്രിൻ്റ് ചെയ്ത് റിസർവ് ചെയ്ത് ഹാപ്പി ബർത്ത്ഡേക്കുള്ള ആൾക്ക് തരും. അപ്പം ചെറിയൊരു കാര്യമാണ്, പക്ഷെ നമുക്കത് കിട്ടുമ്പോൾ ഉണ്ടല്ലോ ഒരു സന്തോഷമാണ്. ലൈക്ക് അല്ലേ, നമ്മളെ ആരെങ്കിലുമൊക്കെ അവർ നമ്മളെ അങ്ങനെ കൺസിഡർ ചെയ്യുമ്പം അത് നല്ല സന്തോഷമുള്ളൊരു കാര്യമാണ്. അതൊരു നല്ലൊരു ഗസ്റ്റായിട്ട് തോന്നി. അന്നാണ് സ്പെഷ്യലായിട്ട് ബീഫ് ഷോർട്ട് റിബ് ഓർഡർ ചെയ്തത്. പൊട്ടറ്റോ പ്യൂരയുടെ പുറത്ത് വിൻ്റർ വെജിറ്റബിൾസ് ആയാലും ക്യാരറ്റും ഷാലറ്റ്സും ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ പുറത്ത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത്ര സോഫ്റ്റായിട്ട് വായിലിട്ട് അലിഞ്ഞു പോകുന്ന നമ്മുടെ സൂപ്പർ
ഷോർട്ട് റിബ്സ്. ആ കളറൊക്കെ കണ്ടിട്ട് പേടിക്കേണ്ട, അത് ഇത്ര എരിവുള്ള സാധനമൊന്നും അല്ല. ഒരു ചെറിയ സ്വീറ്റ്നെസ് ഒക്കെ ഉണ്ട് അതിനകത്ത്. 8 ounceൻ്റെ ഒരു പീസായിരുന്നു. നല്ല ഫ്ലേവർഫുൾ സാധനമാണ്. നീമൻ റാഞ്ച് പോർക്ക് ചോപ്സ്, ഹണി ക്രിസ്പ് ആപ്പിളും ടോക്കിയോ ടർണിപ്സും അതിലൊക്കെ ഇട്ട് നന്നായി പാകം ചെയ്തെടുത്ത ഒരു പോർക്ക് ചോപ്സ് എൻ്റെ കെട്ടിയോൻ്റെ ഡിഷായിരുന്നു. സാമാന്യം നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. സീ ഫുഡ് സ്പെഷ്യൽ ഒരു മെനു ഉണ്ടായിരുന്നു. സീ ഫുഡ് സ്പെഷ്യൽ ഒരു ഇറ്റാലിയൻ അമേരിക്കൻ സ്റ്റൂ ഓർഡർ ചെയ്തിരുന്നു. സിയോപ്പീനോ എന്നാണ് അതിൻ്റെ പേര്. അതിനകത്തെ ഫിഷ് എന്ന് പറയുന്നത് ദ മോണ്ടോക് സ്ട്രിപ്പ് ബാസ് ആണ്. ഷ്രിമ്പ് ഉണ്ട്, സ്ക്വിഡ് ഉണ്ട്, മസിൽസ് ഉണ്ട്, ക്ലാം. അതിൻ്റെ കൂട്ടത്തിൽ ഗ്രിൽഡ് ഒരു സവർഡ്രോ ബ്രെഡും കൂടെ തരുന്നുണ്ട്. അപ്പം ഒരു എന്താ പറയുക, ഒരു സൂപ്പി കൺസിസ്റ്റൻസി ആണ്. ഇതിനകത്തുനിന്ന് നമുക്കിതെല്ലാം എടുത്ത് കഴിക്കാം. ഒപ്പം ആ ബ്രെഡ് മുക്കിയൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് ഒരു ചെറിയ പുളിപ്പൊക്കെ ഉള്ളൊരു ടേസ്റ്റാണ്. എനിക്കത് ഓക്കെ എന്നേ ഉള്ളൂ, അത്രയും അടിപൊളി എന്ന് പറയില്ല, പക്ഷേ ഹസ്ബൻഡിന് ഇഷ്ടപ്പെട്ടു. പിന്നെ ആ ഒരു ഗ്രിൽഡ് ലെമണൊക്കെ അതിൻ്റെ കൂടെ വെച്ചേക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഒന്ന് എൻഹാൻസ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. അതുപോലെ ഓർഡർ ചെയ്തതാണ് അറ്റ്ലാന്റിക് സാൽമൺ വിത്ത് ഹെയർലൂം ഗ്രെയിൻസ്. സോ നല്ല സാൽമൺ കുക്ക് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ ഹെയർലൂം കീൻവ ആയിരുന്നു അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സൈഡ് ഡിഷ്. വെജിറ്റബിൾസ് ആയിട്ട് അസ്പരാഗസും ഹോഴ്സ് റാഡിഷും ക്രീം ഫ്രഷ് എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ ആ ഒരു മേലിരിക്കുന്ന വെള്ള ക്രീമായിട്ടുള്ള സാധനം. സോ ക്രീം ഫ്രഷ് ഒരു സോർ ക്രീം അല്ലെങ്കിൽ ഒരു ക്ലോട്ടഡ് ക്രീം അതിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയാണ്. അപ്പം അതൊക്കെയായിരുന്നു നമ്മുടെ അപ്പറ്റൈസേഴ്സും മെയിൻ ഡിഷും ഡ്രിങ്ക്സും ഒക്കെ. ഇനി വരുന്നത് നമ്മളെ സ്വീറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. എപ്പോൾ കഴിക്കാൻ പോയി കഴിഞ്ഞാലും വയറ്റിൽ കുറച്ച് സ്ഥലം ഇട്ടേക്കും. എത്ര നിറഞ്ഞു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഈ വാങ്ങിച്ച സാധനം ബാക്കി വീട്ടിലേക്ക് പാഴ്സലാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാലും സ്വീറ്റായിട്ടുള്ള കാര്യങ്ങൾ ഡെസേർട്ട്സ് കഴിക്കാനായിട്ട് സ്പേസ് എപ്പോഴും ഇട്ടേക്കും. അപ്പം ആദ്യത്തേത് ചോക്ലേറ്റ് ലാവ കേക്കാണ് വിത്ത് മിൽക്ക് ചോക്ലേറ്റ് സോസും ബോർബോൺ ബ്രൗൺ ഷുഗർ ഐസ്ക്രീമും. അപ്പം എന്താ പറയുക, മൊത്തത്തിലൊരു ചോക്ലേറ്റി ഒരു ബോർബൺ ഒരു ടേസ്റ്റായിരുന്നു സംഭവത്തിന്. നല്ല ചൂട് കേക്കിൻ്റെ കൂടെ സോഫ്റ്റ് ഐസ്ക്രീം കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ അയ്യോ, പിന്നെ ചോക്ലേറ്റിൻ്റെ സോസും കൂടെ ആയി കഴിയുമ്പോഴത്തേക്ക് പറയണ്ടല്ലോ അല്ലേ. പിന്നെ ടിറാമിസു പന്നക്കോട്ട വിത്ത് എക്സ്പ്രസോ ആൻഡ് ലേഡി ഫിംഗർ കേക്കാണ്. ഒറിജിനൽ ടിറാമിസുവിൻ്റെ ഫ്ലേവേഴ്സ് തന്നെയാണ്, പക്ഷേ ഒരു ലുക്ക് ഇങ്ങനെ ഒരു കപ്പിലാണെന്നേ ഉള്ളൂ. പിന്നെ ഈ ചോക്ലേറ്റ് പീസസും ചോക്ലേറ്റ് പൗഡറും കൂടെയൊക്കെ അതിൻ്റെ ഒരു ലുക്കൊന്ന് മാറ്റിയിട്ടുണ്ട്. ടേസ്റ്റിലും ചെറിയൊരു വ്യത്യാസമല്ല, ഒരു ടേസ്റ്റിലൊരു എൻഹാൻസ്മെൻറ്റും കൂടെ അതിൻ്റെ കൂടെ ഉണ്ട്. അപ്പം ഒരു ഗാർണിഷിങ് പോലെ. ഒരിക്കൽ പോയപ്പം റുബാർബ് ക്രിസ്പ് ഓർഡർ ചെയ്തിരുന്നു വിത്ത് വാനില ഐസ്ക്രീം. ഒരു ഫ്രൂട്ടി ബോട്ടം, ക്രിസ്പി ടോപ്പ്, അതിൻ്റെ കൂട്ടത്തിൽ ഐസ്ക്രീം. നല്ല ചൂടോടെയൊക്കെ ഈ സാധനങ്ങൾ കൊണ്ടുവരുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ്. ഈവൻ ഡിസേർട്ട് ഇങ്ങനെ കഴിക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് ഡിസേർട്ടായിട്ടുള്ള ഡ്രിങ്ക്സ് ഉണ്ട്, ലൈക്ക് ഡിസേർട്ട് ആൽക്കഹോൾസ്, വൈൻസ്, അല്ലെങ്കിൽ നല്ല എസ്പ്രസോ കോഫി, ടീ ഒക്കെ ഉണ്ട്. ഇവിടുത്തേതൊരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ്. ലൊക്കേഷൻ നല്ലതാണ്, ഒത്തിരി ആർട്ട് വർക്കാണ്. എന്താ പറയുക, സിമ്പിൾ ഇൻറ്റീരിയർ ഡിസൈനൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഞാൻ പറഞ്ഞ ആർട്ട് വർക്ക്സ്, പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സീസൺസിൽ മെനുവിൽ മാറ്റങ്ങൾ വരാറുണ്ട്. ഓരോ സീസണിൽ കിട്ടുന്ന വെജിറ്റബിൾസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവർ മെനുവിൽ മാറ്റങ്ങൾ വരുത്താറുണ്ട്. അപ്പോൾ ഇതാണ് സ്മോൾ ബാച്ചിലെ വിശേഷങ്ങൾ. മറ്റൊരു റെസ്റ്റോറൻറ്റുമായി ഫുഡിൽ വീണ്ടും കാണാം. അപ്പോൾ വീണ്ടും സന്ധിക്കുമ്പോഴേക്കും വണക്കം. ടേക്ക് കെയർ, ബൈ ബൈ.